ഫീബ ഇന്ത്യ അവതരിപ്പിക്കുന്ന വീട്ടുകാര്യം എന്ന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് ആയിരിക്കട്ടെ. അതാണ് വീട്ടുകാര്യം എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശം. ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളുടെയും കുടുംബം സന്തോഷമുള്ളത് ആയിരിക്കട്ടെ. വിവാഹ ജീവിതം വേണ്ട എന്ന് പറയുന്ന പലരും ഇന്നുണ്ട്. ഒരു വിവാഹത്തിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം വിവാഹം കഴിക്കാതെ തന്നെ കിട്ടും എന്നാണ് അവർ പറയുന്നത്. വിവാഹം ആളുകളെ തളച്ചിടുന്ന, ചെങ്ങലക്കിടുന്ന ഒരു അടിമ വ്യവസ്ഥയാണെന്നും ആളുകൾ പറയുന്നു. ബൈബിളിലുള്ള സ്ത്രീ വിരുദ്ധമായ ചില പ്രസ്താവനകൾ ഇതിനെ ശരിവയ്ക്കുന്നില്ലേ? ബൈബിളിൽ സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ ഉണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചില വാക്യങ്ങളെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറ്റിയെടുത്ത് വിശദീകരിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന്, പുതിയ നിയമത്തിൽ സഭയിൽ ചില ശുശ്രൂഷകൾ സ്ത്രീകൾ ചെയ്യേണ്ട, അത് പുരുഷന്മാരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നതാണ് സാധാരണ, അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു കുടുംബത്തിലെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് എല്ലാവരും കൂടി വരുന്ന സഭയിൽ ചില പെരുമാറ്റച്ചട്ടങ്ങൾ, അതിൽ ആണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ബൈബിൾ എഴുതിയ കാലത്ത്, അതായത് ഇപ്പോൾ പുതിയ നിയമം എഴുതിയതാണെങ്കിൽ AD തുടങ്ങിയ 1-ാം നൂറ്റാണ്ടിൽ ആ കാലത്ത്, ഇനി പഴയ നിയമമാണെങ്കിൽ അതിനും ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പുരാതനമായ ആ കാലത്തുണ്ടായിരുന്ന പല സംസ്കാരങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അത്തരം സംസ്കാരങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾ അനുഭവിച്ചിരുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 100 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിൽ സ്ത്രീയും പുരുഷനുമെന്നില്ല, അടിമയും സ്വതന്ത്രനുമെന്നുമില്ല, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും എന്നില്ല, എങ്ങനെ വ്യത്യാസമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. എല്ലാവരും ഒന്നാണെന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിനും 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പഴയ നിയമത്തിൽ ഒരു നിയമമുണ്ടായാൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ സ്ത്രീ വിരുദ്ധത ആരോപിക്കുന്നവർ ഈ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം ആളുകൾ പറയാറുള്ളതാണ്, ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ അടിമ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു സംഭവമാണ്. നമ്മുടെ ആധുനിക ചരിത്രം പരിശോധിച്ചാൽ അടിമ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ബൈബിൾ വിശ്വസിച്ചവരാണ്. ബൈബിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അടിമ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചത്. ബൈബിളിൽ അടിമ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവർ തന്നെ ആ കാലത്ത് മറ്റ് സംസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു അടിമ വ്യവസ്ഥയെ കണ്ടിരുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ സാധാരണ ആളുകൾ പറയുന്നത് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കക്കാർ വന്ന് അടിമകളെ പിടിച്ചുകൊണ്ടുപോയി അവിടെ അടിമ വ്യവസ്ഥ ഉണ്ടായി എന്നാണ്. അതിൽ വാസ്തവമുണ്ട്, കാരണം അവർ വന്ന് അടിമകളെ വാങ്ങി. എന്നാൽ ഈ അടിമകൾ എങ്ങനെ ആഫ്രിക്കയുടെ തുറമുഖങ്ങളിൽ എത്തി എന്നൊന്ന് ചിന്തിച്ചാൽ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം നാം കാണും. ഈ അടിമകളെ വേട്ടയാടി പിടിച്ചത് ആഫ്രിക്കയിൽ തന്നെയുള്ള ആളുകളായിരുന്നു. അവരുടെ ഇടയിൽ തന്നെ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. എന്തിന്? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ അതൊക്കെ ബൈബിളിലാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നതിൻ്റെ മൗഢ്യം ഒന്ന് മനസ്സിലാക്കണം. കാരണം ബൈബിൾ പ്രസംഗിക്കുന്ന ആളുകളോ ചെല്ലാതിരുന്ന പല സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് നാടിൻ്റെ ഭാഗമായിരുന്നു. അടിമ വ്യവസ്ഥയ്ക്ക് കാരണം ബൈബിളാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നേരെ മറിച്ച് അടിമകളെ വിമോചിപ്പിക്കുവാൻ ബൈബിൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതല്ലല്ലോ നമ്മുടെ വിഷയം. കുടുംബത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഒരാളെ തളച്ചിടുവാൻ വേണ്ടിയാണ് ഈ വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ഉള്ളത്
എന്ന് പറയുന്നത് ശരിയല്ല. കാരണം സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുടുംബത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി കുടുംബത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എന്താണ്, റോളുകൾ എന്താണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയെ അടിമയാക്കി വയ്ക്കുകയാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം ബൈബിൾ എഴുതിയ കാലത്ത് ആളുകളുടെ ജോലി IT കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോ ജോലി ചെയ്യുകയായിരുന്നില്ല. അവിടെ കായികമായ അധ്വാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷി ചെയ്താണ് ആളുകൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ വേട്ടയാടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ കൃഷി ചെയ്യാൻ, വേട്ടയാടാൻ, മത്സ്യം പിടിക്കുവാനൊക്കെ സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ? പറ്റും. ആരും അവരെ തടയുന്നില്ല. പക്ഷേ പുരുഷനെയും സ്ത്രീയെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അവരുടെ ശരീരത്തിനുള്ള വ്യത്യാസം തന്നെ നമുക്കറിയാമല്ലോ. കായികമായ കാര്യങ്ങൾ ചെയ്യുവാനാണ് പുരുഷൻ്റെ ശരീരത്തിൽ കൂടുതൽ മസിലുകളുള്ളത്. സ്ത്രീയുടെ ശരീരത്തിൽ അത്രയും മസിലുകളില്ല. സ്ത്രീയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ വലിയ കായിക അധ്വാനം നടത്തുവാൻ വേണ്ടി അല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സ്പോർട്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം മത്സരങ്ങളുള്ളത്. നമുക്ക് IPL-ഉം WPL-ഉം ഉണ്ടല്ലോ, അത് ഒരുമിച്ചല്ലല്ലോ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ശാരീരികമായ വ്യത്യാസം അവർക്കുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ശാരീരിക ക്ഷമത വേണ്ട ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആ കാലത്ത് ഒരു സ്ത്രീയെ കൊണ്ട് പുറത്തു പോയി ജോലി ചെയ്ത് വേട്ടയാടാനും പറമ്പ് കളയ്ക്കുവാനും ഉദ്ദേശിച്ചിരുന്നില്ല. ആ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെക്കുറിച്ച് ഗ്രഹകാര്യം നോക്കുന്നതിനെക്കുറിച്ചും ഭർത്തൃപ്രിയമാരായി പുത്രപ്രിയമാരായിരിക്കണമെന്നുമൊക്കെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ അതെടുത്തിട്ട് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെതിരാണ്, സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ബൈബിൾ എതിരാണ് എന്നൊക്കെ പറയുന്നതിൽ വാസ്തവമില്ല. ഇനി മറ്റൊരു കാര്യം, പുരാതന ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ. സ്ത്രീക്ക് ഇത്രയധികം ബഹുമാനം നൽകിയ വേറൊരു പുസ്തകവും ഇല്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീയോട് പരസ്യമായി ഒരു പുരുഷൻ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു സംസ്കാരമാണ് യഹൂദന്മാരുടേത്. ആ സംസ്കാരത്തിൽ വെച്ചാണ് യേശു ശമര്യയിലുള്ള ഒരു സ്ത്രീയോട് പബ്ലിക്കായിട്ട് സംസാരിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും അതിശയിച്ചു എന്നാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആദ്യത്തെ സാക്ഷികളായി തീർന്നത് സ്ത്രീകളാണ്. യേശു തൻ്റെ ശുശ്രൂഷാക്കാലത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല സ്ത്രീകളും തന്നെ പിൻഗമിച്ചിരുന്നതായി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം ആളുകളുണ്ടായിരുന്നു. അതിൽ പല സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകൾ യേശുവിനെ പലതരത്തിലുള്ള സഹായം ചെയ്തു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലും പല സ്ത്രീകളും അവർ വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്തു, വളരെ അധ്വാനിച്ചു എന്നും എഴുതിയിട്ടുണ്ട്. ബൈബിൾ സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുന്നത് സത്യത്തിൽ നിന്നും വളരെ അകലെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സ്ത്രീ സമത്വം നല്ല കാര്യം, എല്ലാ ജോലിയും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ പട്ടാളത്തിലെ നിയമം നടക്കുമോ? കാരണം അവിടെ കായികക്ഷമത, അല്ലെങ്കിൽ കായികമായ ശക്തി കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മല്ലു പിടിച്ചാൽ കായിക ബലം ഉള്ളത് കൊണ്ട് പുരുഷനാണ് വിജയിക്കാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തൊഴിലിൽ സ്ത്രീകളുടെ തുല്യത നടപ്പാക്കാൻ ശ്രമിച്ചാൽ എത്ര ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഈ കായികമായ വ്യത്യാസം നിലനിൽക്കും. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ആദ്യം ദൈവം അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് കഴിഞ്ഞാണ് പുരുഷൻ്റെ വാരിയിൽ നിന്നും സ്ത്രീയെ എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുരുഷനും സ്ത്രീയും ഒന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും പാരസെറ്റമോളല്ലേ കഴിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾ പാരസെറ്റമോനല്ലല്ലോ കഴിക്കുന്നത്. എന്നാൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. കാരണം അവരുടെ ഫങ്ഷൻസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിൻ്റേതായ വ്യത്യാസം ശരീരത്തിലുണ്ട്. കുടുംബജീവിതം ചട്ടക്കൂടാണ്, അടിമ വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ല
എന്നൊക്കെ പറയുന്നത് ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിൻ്റെ പരിണിത ഫലമാണ്. ഞാൻ പരിണിത ഫലം എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, ഞാനതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ ഒരു കുട്ടിക്ക് മാതാപിതാക്കളുണ്ട്. ആ കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു അടിമത്തമാണ്, അവർ പറയുന്നത് ഞാൻ കേൾക്കണം എന്ന് പറയാൻ അവന് സാധിക്കും. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കുട്ടി. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം മാതാപിതാക്കൾക്കുണ്ട്, അതുപോലെ തന്നെ അത് കുട്ടിയെ ബാധിക്കും. ഇനി ഞാൻ ഈ സ്പെഷ്യൽ കേസുകളല്ല പറയുന്നത്, ചില അബ്യൂസീവ് പാരൻസ് ഉണ്ട്, അവരെക്കുറിച്ചല്ല പറയുന്നത്. ഇതേ കാര്യം തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുമുണ്ട്. അവരുടെ ഇടയിൽ പരസ്പരം ഒരു ഉടമ്പടിയുണ്ട്. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഓരോ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അനുസരിച്ച് ആ ചടങ്ങിന് മാറ്റമുണ്ട്. ലോകത്തിൽ എവിടെ നോക്കിയാലും വിവാഹം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നു, ഞങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഒരു തീരുമാനം രണ്ടുപേരും പറയുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ചടങ്ങുകളോ അല്ലെങ്കിൽ സദ്യയോ ഗസ്റ്റോ ഇതൊക്കെ വേണ്ടെന്നല്ല. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഇവർ രണ്ടുപേരും പരസ്പരം ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഞാൻ ആ വാക്ക് ഉടമ്പടി എന്ന് ഉപയോഗിച്ചതിന് ഒരു കാരണമുണ്ട്. ഈ ഉടമ്പടിക്ക് പലപ്പോഴും നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്റ്റ് അല്ല, അതൊരു കവനൻ്റാണ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീട് പണിയാനായിട്ട് ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തു. ഭിത്തി കെട്ടിയാൽ അതിന് ഇത്ര രൂപ വെച്ച് തരും, തറ കെട്ടിയാൽ അതിന് ഇത്ര രൂപ തരും, റൂഫ് ഇട്ടാൽ ഇത്ര രൂപ തരും. അപ്പോൾ ഇതെല്ലാം കണ്ടീഷണലാണ്. നീ അത് ചെയ്താൽ ഞാനിത് ചെയ്യും, അതാണ് കോൺട്രാക്റ്റ്. എന്നാൽ കവനൻ്റ് എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്ന് കടപ്പെട്ടിരിക്കും. ഞാൻ പറയുകയാണ്. അതിന് ഞാൻ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ആളുടെ പ്രതികരണം ഒരു വിഷയമല്ല. ഓക്കെ. അപ്പം അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ബൈബിളിൽ നോഹയുടെ കാലത്ത് ദൈവം പ്രളയം അയച്ച് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് നോഹയും നോഹയുടെ കുടുംബവും മാത്രം ആണ് ഒരു പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് നോഹയും കുടുംബവും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം നോഹയുടെ കുടുംബത്തെ നോക്കി. നോഹയുടെ കുടുംബത്തോടും ദൈവത്തിന് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് തോന്നി. നോഹ പറഞ്ഞിട്ടല്ല, നോഹയുടെ ദൈവം ഒരു ഉടമ്പടി ചെയ്യാണ്. ആ ഉടമ്പടി ഇതാണ്: ഞാൻ ഇനി ഈ ലോകത്തെ പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല, വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. അപ്പോൾ ഈ ലോകത്തിൽ നോഹയും കുടുംബവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരോടുമാണെന്ന് പറഞ്ഞത്, നോഹയുടെ കുടുംബത്തോടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നോഹയുടെ പാർട്ട് എന്താ? നോഹയ്ക്ക് ഒരു പാർട്ടുമില്ല. ദൈവം ഞാനത് ചെയ്യാമെന്ന് നോഹയ്ക്ക് അങ്ങ് ഉടമ്പടി ചെയ്യാണ്, പറയാണ്. അതാണ് ഉടമ്പടി. അപ്പോൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളിയോട് പറയാണ്, ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റേ ആൾ അത് തന്നെ പറയുന്നത്, ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഉടമ്പടി വാസ്തവത്തിൽ മറ്റേ ആളുടെ പ്രതികരണത്തെ ആശ്രയിച്ചല്ലിരിക്കുന്നത്. ഇപ്പോൾ വിവാഹ പ്രശ്നങ്ങളിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ പ്രശ്നങ്ങളിൽ പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ അവളെ സ്നേഹിക്കാം, പക്ഷേ ഇങ്ങനെ ഒരുത്തി എങ്ങനെ സ്നേഹിക്കും? ഞാൻ ആ ഭർത്താവിനെ ബഹുമാനിക്കാം, പക്ഷേ ഇങ്ങനൊരാളെ എങ്ങനെ ബഹുമാനിക്കും? നമ്മുടെ ഉടമ്പടി വേറൊരാളുടെ പ്രതികരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഉടമ്പടിയല്ല, അത് കോൺട്രാക്റ്റ്. അപ്പോൾ ദൈവം ഈ വിഭാവനം ചെയ്ത കുടുംബത്തിൽ ഉടമ്പടിയാണ് വേണ്ടത്. വിവാഹ ഉടമ്പടി അല്ലെങ്കിൽ കവനൻ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വം. ഉത്തരവാദിത്വമുണ്ട്. തുല്യ ഉത്തരവാദിത്വം പറഞ്ഞാൽ അവരെടുക്കുന്ന ആ കവനൻ്റ് കീപ്പ് ചെയ്യാൻ രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി, അവർ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഭാര്യ ഒരു ലോയറെ കാണാൻ പോയി. അപ്പോൾ ആ ലോയർ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ തമ്മിലിപ്പോൾ എന്നും വഴക്കല്ലേ, അപ്പം നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിയാൽ
അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഉം. നീ ഡിവോഴ്സിന് പോയാൽ അവന് സന്തോഷമായിരിക്കും. അവൻ ഹാപ്പിയായിട്ട് നിനക്ക് ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് തരും. അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നീ ഒരു കാര്യം ചെയ്യണം, അവനോട് വഴക്കുണ്ടാക്കരുത്. നീ അവനെന്തെങ്കിലും എന്നോട് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. മാത്രമല്ല അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കണം. അവനെ സ്നേഹിക്കണം. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരു 6 മാസം കഴിയുമ്പം നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അന്നേരം ഡൈവോഴ്സ് ചെയ്യണം. അന്നേരം അവന് പാഠം പഠിക്കും. ഇപ്പം പോയാൽ അവന് സന്തോഷമായി. അങ്ങനെ ചെയ്യരുത്. അവൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പം ഡിവോഴ്സ് ചെയ്യാം. അവൻ ഓർത്തു ഇതൊരു നല്ല ഐഡിയ ആണല്ലോ, അവൻ ചെയ്യാം. അപ്പോൾ അവൾ വീട്ടിൽ പോയി ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു. അപ്പോൾ അവന് ഭയങ്കര എന്നെ പറ്റി ഇത് ഇന്നലെ വരെ കടിച്ചു കയറാൻ നിന്ന ഭാര്യ ഇന്ന് വളരെ സന്തോഷമായിട്ട് എന്നോട് സംസാരിക്കുന്നു, ആവശ്യങ്ങൾ തരുന്നു, ഒരു വഴക്കുമില്ല, ചിരിച്ച് വളരെ സന്തോഷവതിയായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അവരാദ്യമൊക്കെ അതിശയിച്ചു. ഇങ്ങനെ ഒരു കുറേ ദിവസം തുടർന്നു. കുറേ ദിവസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ വക്കീൽ നോക്കിയിരിക്കുക, ഡിവോഴ്സ് നടന്നാലല്ലേ അയാൾക്ക് കാശ് കിട്ടുള്ളൂ. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് അയാൾ ഈ പെണ്ണിനെ വിളിച്ചു. നീ 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സിന് വരാം എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. 6 മാസം കഴിഞ്ഞല്ലോ, നിന്നെ കാണാനില്ല, അതുകൊണ്ട് വിളിച്ചതാണ്. എൻ്റെ ക്ലയൻസിൻ്റെ അപ്പോയിൻമെൻ്റൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ വരേണ്ടതാണ്. ഈ ഫോൺ കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഡിവോഴ്സോ? എന്ത് ഡിവോഴ്സ്? എനിക്ക് ഡിവോഴ്സൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഒരാൾ വേറൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്താൽ വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ കാര്യങ്ങൾ മാറും. ഇങ്ങനെയാണ് വിവാഹ ജീവിതം സന്തോഷപ്രദമാകുന്നത്. അല്ലാതെ എനിക്കെന്ത് കിട്ടുമെന്നുള്ള ഒരു മനോഭാവത്തോട് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചാൽ നിരാശയായിരിക്കും ഫലം. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഏത് വിവാഹവും സക്സസ്ഫുൾ ആവും. തകർന്നു എന്ന് കരുതിയ വിവാഹ ജീവിതം പോലും പുനരുജ്ജീവിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇങ്ങനെ സ്നേഹവും സന്തോഷമായി കഴിയാൻ സാധിക്കുന്ന കുടുംബ വ്യവസ്ഥയെ ഒരു അടിമ വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് കഷ്ടമാണ്. പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ മനസ്സ് വച്ചാൽ ഏത് സാഹചര്യങ്ങളെയും മാറ്റിയെടുക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സാധിക്കും.